ഇനി നമ്മൾ ഇവിടെ അംബിസാമിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോവാം. എവിടെയാ പോകുന്നേ? നമ്മള് പോണത് എറണാകുളത്ത്. സമയം 5:15. വെളുപ്പിന് 5:15 കേട്ടോ. പോവാം. യെസ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മഴ ചാർന്നുണ്ട്. അപ്പം നമുക്ക് നടക്കാം. കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയി. നമ്മളോട് ട്രെയിൻ വരുന്നിടത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ പോവാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചോയ്സാണ്. അതൊരിക്കലും ഒരു ഡെസ്റ്റിനേഷൻ അല്ല മക്കളെ. എപ്പോഴും നമ്മൾ ഹാപ്പിയായിരിക്കുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. ലൈഫിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് താഴോട്ടിറങ്ങാം. വണ്ടി വരുന്നുണ്ട്. വന്ദേ ഭാരത് സെയിം വണ്ടി. ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ വണ്ടി വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ചധികം ദിവസമായി ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് BK ശിവാനി മാമിൻ്റെ ദ പവർ ഓഫ് വൺ തോട്ട് എന്നുള്ളത്. തിരക്കുകൾ കൊണ്ട് അത് ഇതുവരെയും വായിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിൻറ്റ്സാണ് കേട്ടോ ഞാൻ വരച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മറ്റുള്ളവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മളോട് ബിഹേവ് ചെയ്യണം എന്നൊരിക്കലും വാശി പിടിക്കരുത്. മറ്റുള്ളവർ അവർക്കിഷ്ടമുള്ള രീതിയിലായിരിക്കും പെരുമാറുന്നത്. അപ്പോൾ ആൾക്കാരെങ്ങനെ പെരുമാറിയാലും നമ്മൾ അതിനെയൊന്നും കാര്യമായിട്ടെടുക്കാതെ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കുക കേട്ടോ. അതുപോലെ ഞാൻ ട്രെയിനിൽ കയറിയ ഉടനെ കുറേ നേരം വായിച്ചുകൊണ്ടേയിരുന്നു. അത്യാവശ്യം എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ. മോർണിംഗ് ടൈമല്ലേ. അങ്ങനെ പിന്നെ ചായയും കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരുന്ന് പുസ്തകം വായിച്ചു കേട്ടോ. രാവിലെയൊക്കെ പുസ്തകം വായിച്ചിരിക്കുമ്പോൾ എന്നാ വൈബാന്നറിയാമോ. നിങ്ങളുണ്ടല്ലോ മക്കളെ, എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ബാഗിലൊരു പുസ്തകം എടുത്തിട്ടേക്ക് കേട്ടോ. പുസ്തകം വായിക്കണം, ഒരുപാട് വായിക്കണം. നമ്മൾ പിന്നെ ഹാർഡ് കോപ്പി തന്നെ പുസ്തകത്തിൻ്റെ വായിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചിലരൊക്കെ അല്ലാതെ ആമസോൺ കിൻഡിലൊക്കെ വായിക്കുന്നത് കാണാം. എനിക്ക് പക്ഷേ അതിനെക്കാട്ടിയും പേഴ്സണലി ഇഷ്ടം ഇങ്ങനെ വായിക്കുന്നതാണ് കേട്ടോ. ഇറ്റ് ഡിപ്പെൻസ് ആണ്, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് ചെയ്യുക കേട്ടോ. അപ്പോൾ ട്രെയിനിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ പുറത്തേക്ക് നോക്കി ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ 2.5-3 മണിക്കൂർ എങ്ങനെ കടന്നു പോകുന്നു എന്നറിയത്തില്ല. വളരെ പെട്ടെന്ന് സമയം പോയി. നിങ്ങൾക്ക് ട്രെയിൻ യാത്ര ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് കമൻറ്റിൽ പറയണം കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈയിടെയായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ട്രെയിനിൽ യാത്ര ചെയ്യാനാണ്. എന്തിനാണെന്നറിയാമോ? ജനലിൽ കൂടെയുള്ള ഈ കാഴ്ചകൾ കാണാൻ. ഞാൻ വീട്ടിൽ നിന്നേ പറഞ്ഞു വെച്ചിട്ടാണ് വന്നത്, എനിക്ക് വിൻഡോ സീറ്റ് തരണം, എനിക്കിതൊക്കെ കാണണം. പിള്ളേരെന്തായാലും സമ്മതിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കേട്ടോ ഈ മഞ്ഞ കേസരി, അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. റവ വെച്ചുണ്ടാക്കുന്ന കേസരി നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇത്? അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയും പിന്നെ വട, പിന്നെ ഒരു ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മുടെ ഒരു ബിസിനസ് ആവശ്യത്തിനാണ് എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ദിബീഷിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ എത്താറായിട്ടോ. പിള്ളേർ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. മെല്ലെ നമുക്ക് ഇറങ്ങാം. ഹായ്. ഇന്നലെ മഴയായിരുന്നോ? എറണാകുളത്താ? അത് ശരി. അല്ല, നമ്മളെവിടെ പോയാലും നല്ല കാലാവസ്ഥയായിരിക്കും. അതെ അതെ അതെ. അപ്പൊ നമ്മളിനി എങ്ങോട്ടാ പോന്നേ? ശരി ശരി. നമ്മൾ ട്രെയിനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പൊ നേരെ എങ്ങോട്ടാ പോന്നേ? ലുലു മോളിനടുത്തേക്ക് അല്ലേ? ഓക്കെ. ഇവർ 4 പുരുഷന്മാർക്കിടയിൽ ഞാൻ ഒറ്റ പെൺകുട്ടിയാണ്. ഇനിയിപ്പോൾ കണ്ണനൊരു പെൺകുട്ടി വന്നിട്ട് വേണം എനിക്കൊരു കമ്പനി കിട്ടാൻ. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൂട്ടുവായോ? മെട്രോയിൽ പോന്നോ? മെട്രോയിൽ ഇടപ്പള്ളി. ഓക്കെ. ദിബീഷ് ടിക്കറ്റ് എടുക്കാൻ പോയാ? എന്താടാ? റോഡിന്റെ പേര് SRM റോഡ്.
SRM റോഡ് അല്ലേ, സുജ ആർ മോഹൻ റോഡ്. വെറുതെ ആണ് കേട്ടോ. അതാണ് SRMന്റെ ഫുൾ ഫോം വേറെന്തോ ആണ്, കറക്റ്റ് എനിക്ക് അറിയില്ല. നമുക്കൊരു SRM. ഓക്കെ, ഇവിടെ പിന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. സൺഡേ ആണ്, സൺഡേ മോർണിംഗ് ആണ്. എറണാകുളം ഉണർന്നു വരുന്നതേ ഉള്ളൂ. അടിപൊളി അടിപൊളി. ഓക്കേ, ഇന്ന് ഈ മാസത്തിലെ ലാസ്റ്റ് സൺഡേ ആണ്. അപ്പോൾ ലാസ്റ്റ് സൺഡേ ഇന്ന് പിന്നെ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിചാരിച്ച് ഇന്ന് ഫുള്ള് ചില്ലിയാന്ന്. ഇന്ന് ദിബീഷിനൊപ്പം എറണാകുളത്ത് അടിച്ചു പൊളിക്കാൻ പോവാണ്. പിന്നെ നമുക്ക് കുറച്ച് ബിസിനസ് ആവശ്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനായിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ മെട്രോ ദേ വരുന്നുണ്ട്. പച്ച കളർ മെട്രോയാണ്. അപ്പോൾ നമ്മൾ ഇടപ്പള്ളിയിൽ ലുലു മാളിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെട്രോയിലേക്ക് കയറാം. വരൂ വരൂ വരൂ, എല്ലാവരും വരൂ. ടീച്ചറമ്മയ്ക്കിപ്പം ഇവിടെ ഇരിക്കാൻ സീറ്റ്. നമ്മൾ ലുലു മാളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് മോളിനകത്തേക്ക് പോകാം. നമ്മൾ പുറത്തിറങ്ങി. ഇനി നമ്മൾ ഇവിടെ അംബിസ്വാമിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അടിപൊളിയല്ലേ? ഇതെന്തോ പിന്നെ ഇത് ഏത് ചെടിയെന്ന് അറിയത്തില്ല. നമ്മൾ അംബിസ്വാമിയിൽ വന്നതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ട്രെയിനിൽ നിന്ന് കഴിച്ചുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. ദിബീഷിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ദിബീഷ് എന്താ ഓർഡർ ചെയ്തേ? മസാല ദോശ, ഫിൽറ്റർ കോഫി. ഞാൻ ക്ലാസ് തുടങ്ങിയ കാലം മുതൽ എന്നോടൊപ്പം ഉള്ള സ്റ്റുഡൻ്റാണ് കേട്ടോ ദിബീഷ്. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അടുത്ത ബോട്ടിങ്ങിലേക്ക് നമുക്ക് നോക്കാം. രാവിലെ ബോട്ടിംഗ് ഉണ്ടോ എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അതെ, നല്ല സുന്ദരമായ കാലാവസ്ഥ. ഇന്നലെയൊക്കെ മഴയായിരുന്നു. അപ്പം മഴ പെയ്യുമെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് എങ്ങോട്ടാ? നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് പോവാം. വാ. ഹേ ഗായ്സ്, നമ്മളിപ്പോൾ ഇതേ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഷിപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ സർവീസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. വാ. ഷിപ്പല്ല, ബോട്ട് കേട്ടോ. ബോട്ടിൽ കയറാൻ സമയം നോക്കി ഇറങ്ങണം. ഇവിടെ നോക്കി ഇറങ്ങ. ചേട്ടൻ എന്തി എവിടെ? മകളിനാകുമ്പോൾ നല്ല വ്യൂ കിട്ടും. ഓ ദിബീഷ, തല പൊട്ടാതെ കയറുക. അമ്മനും അങ്ങ് മേളിൽ കയറി. ചേട്ടൻ വന്നില്ലല്ലോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ആ ബോട്ടിൻ്റെ മുകൾ ഭാഗത്താണ് കേട്ടോ ഇരിക്കാനുള്ള സീറ്റ്. താഴെ DJ ഹാളാണ്. അപ്പോൾ ഞാനില്ല കൊച്ചു പിള്ളേരെ പോലെയാണ് ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത്. കാര്യം മനസ്സിൽ അത്രയും നല്ല ശാന്തതയും സമാധാനം ഉണ്ടെങ്കിൽ യാത്രകളൊക്കെ നമുക്ക് അടിപൊളിയാവും. ബോട്ടിൽ നമുക്ക് നല്ല അടിപൊളി ഒരു ഗൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഗൈഡ് ഓരോരോ കാഴ്ചകൾ കാണുമ്പോഴും അതെന്താണെന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നമ്മുടെ ഇന്ത്യയിൽ 2 സ്ഥലത്തുണ്ട് മെറൈൻ ഡ്രൈവ്. ഒന്ന് ബോംബെയില, അതിന്റെ നീളമകത്ത് അറേബ്യൻ സീല. നമ്മൾ അങ്ങോട്ട് പോവാണ്. നേരത്തെ പാലം ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. പാലത്തിന്റെ പേരാണ് ഗോശ്രീ ഫസ്റ്റ് പാലം. ഈ പാലം കണക്ട് ചെയ്യുന്നത് എറണാകുളം ബോൾഗാട്ട്. മുന്നേ പിക്ചർ പേര് തമിഴ് റിക്ഷാക്കാരൻ. കടലോരം വാങ്ങിയ കാറ്റ് പാട്ടില്ല இந்த ഇടം. ഓക്കെ ഫ്രണ്ട്സ്, മലയാളം. നമ്മുടെ ബോർഡിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇതാണ് ബോൾഗാട്ടി. അതാണ് ബോൾഗാട്ടി പാലസ്. ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് 1744 ഡച്ചാരിയുടെ ബിൽഡിംഗ് 1000 up to 1.5 lakhs. തമിഴ് മക്കൾ കൊഞ്ചം ഗവനിക്ക്. റൈറ്റ് ഹാൻഡ് സൈഡ് പെരിയ ഹോട്ടല് ലുലു മോംസ് 254 rent starting from 15,000 up to 1.5 lakhs. ബാക്കിൽ ഒരു ഗ്രീൻ കളർ വലിയ പാലമുണ്ട്. പാലത്തിന്റെ പേരാണ് വേമ്പനാട് ബ്രിഡ്ജ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേയുടെ കണ്ടെയ്നർ ബ്രിഡ്ജാണത്. സ്റ്റാർട്ട് ചെയ്യുന്നത് വല്ലാർപാട. നമ്മൾ എടുത്തേക്കുന്നത് 1 hour ബോട്ട് റൈഡാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ 3 to 4 hours ഇൻക്ലൂഡിങ് ഡിന്നർ പാക്കേജൊക്കെ നമുക്ക് കിട്ടും. ഗൈഡ് 3 ലാംഗ്വേജിൽ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഹിന്ദിക്കാരും തമിഴ് അതുപോലെ മലയാളം, ഇങ്ങനെ 3 ലാംഗ്വേജ് വരുന്നുണ്ടായിരുന്നു. 3 ലാംഗ്വേജിലും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ 2 വലിയ ബിൽഡിംഗ് ആണ്. ആദ്യത്തെ ബിൽഡിംഗ് ആണ് കൊച്ചിൻ പോർട്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. സെക്കൻഡ് ബിൽഡിംഗ് ആണ് താജ് മലബാർ ഹോട്ടൽ. Agreement contract 35 years. अभी तो 15 साल हो गए. Remaining 20 years more. Only cargo exporting importing.
हम लोग इधर से एक्सपोर्ट करते हैं राइस, वीट, टेक्सटाइल्स, वुड, सी वुड, स्पाइसेस, इंपोर्टिंग क्रूड ऑयल. इधर का डेप्थ 65 feet. ഇത് വന്നിട്ട് വ്യാപാരം എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പ്ലേസ്. നമ്മൾ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നത് റൈസ്, വീറ്റ്, കായൽ ഇവിടെയാണ് മെർജ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നേരെ കാണുന്ന കടലാണ്. നദിയും കായലും കടലുമായിട്ട് യോജിക്കുന്ന ഒരു പ്രതിഭാസം ഉള്ളത് കൊണ്ടാണ് ഈ കൊച്ചിയെ വിളിക്കുന്നത് കൊച്ചി, അറബിക്കണ്ട റാണി. അതുകൊണ്ട് ഈ ചെറിയ വണ്ടി, വലിയ വണ്ടി ആൾക്കാരെല്ലാം ഇതിനകത്താണ് കൊണ്ടുപോകുന്നത്. ഇതിന്റെ പേര് ജങ്കാറല്ല, ചൈനീസ് ഫിഷിംഗ് നെറ്റ്. देखो सामने वाला ചൈനീസ് ഫിഷിംഗ് നെറ്റ്. ടെക്നോളജി ഇൻട്രൊഡ്യൂസ്ഡ് ചൈനീസ് വേർഷൻ 17th century. അദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ കുബ്ലെ ഖാൻ. चाइनीज फिशिंग नेट. देखो ഒരു നൈ പോലും മേലക്കോ ഓ നൈ ദിഖാ ദിയ ഈ സാമനെ വാട്ടർ മെറ്റ് അവിടെ ഉണ്ട്, ഇവിടത്തേക്ക് ഉണ്ടല്ലോ. ഇവിടെ 40, അവിടെ 30 ഉള്ളൂ. ये रिवर ने പെരിയ. നമ്മൾ ഈ കാണുന്നത് ഈ ഹോട്ടൽ വളരെ എക്സ്പെൻസീവ് ഹോട്ടലാണ്. ഏകദേശം $500 ആണ് പെർ ഡേ ഇതിൻ്റെ റെൻറ്റ് എന്നുള്ളതാണ് ഗൈഡ് പറയുന്നുണ്ടായിരുന്നത്. യൂസ് പണിത് കാർഗോ ഓഫീസ് ഇപ്പോൾ ഇതിന്റെ ഉള്ളിലെ കൊച്ചിൻ ബിനാലെ ആർട്ട് ഗാലറി ആൻഡ് എക്സിബിഷൻ സെന്റർ ദിസ് വൺ. ഇനി നമുക്ക് താഴേക്ക് പോവാം. അവിടെ നമുക്ക് DJ ഡാൻസ് ചെയ്യാം. വാ താഴെ പോവാം. വാ വാ ചേട്ടാ. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഇവിടെ ഓണം സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്കത് കയറി നോക്കാം. വാ. ഓണത്തിന് ഇനി കഷ്ടിച്ച് ഒരു മാസം കൂടിയല്ലേ. നിങ്ങളൊക്കെ ഓണം ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തോ? ചെറിയ കുട്ടികൾക്ക് ഉള്ള ഡ്രസ്സ് ഉണ്ട്. ഇത് രാജസ്ഥാനി മോഡൽ. ബാ നമുക്ക് നോക്കാം. വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ നല്ല പാൻറ്റുകളൊക്കെ ഉണ്ട്. ഇത് 250 രൂപയാണ് പലാസോ പാൻറ്റ്. ജിരക്കിൻ്റെ ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട് ഇവിടെ. എടാ ജിമ്മിലിടുന്നതോ? കോലാപ്പൂരി ചെരുപ്പുകളുണ്ട്. മെറൈൻ ഡ്രൈവിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ഈ ഷോപ്പ്. ഇത് ഓണം വിപണനമേളയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്നപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അത് ഞാനേ കണ്ടുള്ളൂ ഗൈസ്, ഞാനേ കണ്ടുള്ളൂ. എൻ്റെ ഫേവറേറ്റ് പുളിമുട്ടായി ദേ ഇരിക്കുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് പുളിമുട്ടായി. ഇതിനകത്ത് ചെറിയൊരു കുരുവൊക്കെ വരും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പണ്ട് സ്കൂളിൻ്റെ വാതിക്കലുള്ള കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ച് കഴിച്ചിട്ടില്ലേ? ഇതുപോലെ വേറൊരു പുളിമുട്ടായി ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ പുളിമുട്ടായി എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അത് ഒരു ശരിക്കും നമ്മുടെ പുളിക്കകത്ത് കുറച്ച് മധുരം ചേർക്കുന്നതാണേ. അത് പക്ഷേ നമ്മുടെ ഈ പുളിമുട്ടായിയുടെ അത്രയും ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇതേണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ആ പുളിമുട്ടായി. എൻ്റെ ഫേവറേറ്റ് പുളിമുട്ടായി ഇതാണ് കേട്ടോ, ഈ കറുത്ത പുളിമുട്ടായി. പിടിച്ച് അലുവ, കരിപ്പട്ടി, അവലോസ് പൊടി, കുനാഫ. ഇതാ കുനാഫ അലുവ മിക്സ്. ഇതെന്താണ്? അവലോസ് പൊടി മുനാഫ. അത് നമ്മൾ ഇതിന്റെ കൂടെ മിക്സ് ആണ്. ഈ മിക്സഡ് അലുവയുടെ കൂടെ ഇല്ലേ? വേണോ? പ്ലെയിൻ വേണോ? വേണമെങ്കിൽ എടുക്കാം. എനിക്ക് വേണ്ട. നിന്റെ പ്രായം അതല്ലേ കളിക്കുന്നത്. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇനി ഇറങ്ങാനുള്ള സമയമായി. ഇറങ്ങിയിട്ട് നമ്മളിനി എവിടെ ഭക്ഷണം കഴിക്കാൻ പോകണം എന്നുള്ളതായിരുന്നു അടുത്ത ചിന്ത. അങ്ങനെ നമ്മൾ നമ്മുടെ ഓണം സെയിൽ നടക്കുന്ന കടയിൽ നിന്ന് ഇറങ്ങി നേരെ റഹ്മാനിയയിലെത്തി. ഇന്ന് നമ്മൾ മട്ടൺ ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത്. റഹ്മാനിയയിലെ മട്ടൺ ബിരിയാണി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സലാഡും അതിനൊപ്പം പിന്നെ ഈന്തപ്പഴവും നാരങ്ങയും കൂടെ ചേർത്തിട്ടുള്ള ഒരു അച്ചാർ കേട്ടോ. ഏകദേശം നമ്മുടെ പുളിമുട്ടായി റിസംബിൾ ചെയ്യുന്നൊരിതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലുള്ള കുഞ്ഞു കലങ്ങളിലാണ് ബിരിയാണി കൊണ്ടുവന്നത്. കാണാൻ നല്ല ക്യൂട്ടല്ലേ. ഞാൻ ഈ കാണുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനൊരു ഇത്തിരി പോലും കഴിച്ചിട്ട് പിന്നെ ഞാൻ അമലുവിന് കൊടുക്കും. അമലുക്കുട്ടനെ ഇപ്പോൾ ടീനേജിലേക്ക് കടന്നേക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു വിശപ്പിൻ്റെ സമയമാണല്ലോ, അതുകൊണ്ട് അവന് അത് കഴിച്ചോളും. പിന്നെ കണ്ണമ്മോനെ മുന്നേയൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. ഇപ്പം പക്ഷേ അവൻ കുറച്ച് ഉഴപ്പാണ്.
അപ്പോൾ മട്ടൺ ബിരിയാണി നമുക്ക് സെർവ് ചെയ്യാം. ഭയങ്കര ചൂട് കേട്ടോ. ഞാനിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടാണത് പ്ലേറ്റിലേക്ക് എടുക്കുന്നത്. അമ്മല് പിന്നെ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോലെ അവിടെയൊക്കെ വാരിയിടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ അത് പ്ലേറ്റിലേക്ക് ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് ലുലു മാളിൽ പോയി കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു. അപ്പോൾ നല്ല ദാഹം. പിന്നെ നമ്മൾ ലൈം ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ അതൊക്കെ കുടിച്ചു. നമ്മുടെ ട്രെയിനിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഇന്ന് കുറച്ച് ബിസിനസ് മീറ്റിംഗ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് കറക്കമൊന്നും നടന്നില്ല കേട്ടോ. ബിസിനസ് മീറ്റിംഗ്സ് ഒന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.